എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് തോന്നുന്നതെന്ന് ഹണി റോസ് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തനിക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റുമുള്ള സംസ്ഥാനത്താണ് ജീവിക്കുന്നതെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങിയത്. ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിയിങ് അത്ര വലുതാണ്. ആവർത്തിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അത് തുടർന്നു. പണത്തിന്റെ ഹുങ്കായും വെല്ലുവിളിയായും മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. എല്ലാത്തിനും ഒരു അവസാനം വേണം. അതുകൊണ്ടാണ് പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്, ഹണി റോസ് പറഞ്ഞു. വയനാട്ടിലെ ബോച്ചയുടെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തും, കോടതിയിലും ഹാജരാക്കും. റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. നടി ഹണി റോസിനെ അപമാനിച്ചെന്ന കേസിൽ നിയമോപദേശം തേടിയതായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നു. ഒരാളെ പുരാണ കഥാപാത്രത്തിനോട് ഉപമിച്ചതിന് കേസെടുക്കാൻ വകുപ്പില്ലെന്നാണ് അഭിഭാഷകർ അറിയിച്ചതെന്ന് ബോബി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരുന്നു. ഈ പ്രതികരണം ഇവിടെ ചർച്ചയാകുമ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇതോടെ കേസിന് പുതിയ ഭാവവും രൂപവും വരികയാണ്. അതിനിടെ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ബോബി ചെമ്മണ്ണൂരിന് വിനയായി മാറുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ബോച്ചയെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ്. ഇത് മനസ്സിലാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം നടത്തിയ PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട് വളഞ്ഞാണ്. ഒരു രാത്രി ജയിലിലും അടച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് വിവാദം ഒഴിവാക്കാൻ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റ് വളഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം നീക്കങ്ങളിൽ നിർണായകമായി. നടി ഹണി റോസ് നൽകിയ സൈബർ അധിക്ഷേപ പരാതി പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗ കരുക്കൾ നീക്കി. പ്രത്യേക സംഘത്തിൽ സെൻട്രൽ CIയും സൈബർ സെൽ അംഗങ്ങളും ഉൾപ്പെടുന്നു. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് കൊച്ചി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതി അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഒടുവിൽ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ടും ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പോലീസിന് പരാതി നൽകുന്നത്. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസുകളിൽ ഫേസ്ബുക്കിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസിന് മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം കൈമാറിയിട്ടുണ്ട്. നടിക്കെതിരെ അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു. അതേസമയം സ്ത്രീയുടെ ശരീരഘടനയെപ്പറ്റി പറയുന്നതും ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക അതിക്രമമാണെന്ന് ഹൈക്കോടതി വിശദീകരിച്ചിരുന്നു. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അനാവശ്യമായ വർണ്ണനകൾ നടത്തുന്നത് ലൈംഗിക ചുവയോടെയല്ലെന്ന് കരുതാനാകില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. സഹപ്രവർത്തകയുടെ പരാതിയിൽ തനിക്കെതിരെ ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഇതിന് സമാന കുറ്റമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയും ഹണി റോസ് ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് കടുക്കും.